ഹായ് ഫ്രണ്ട്സ്, അപ്പം ജിമ്മിൽ പോയി റിസൾട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പം 6-7 മാസം ജിമ്മിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു വർഷം ജിമ്മിൽ പോയിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെന്ന് പരാതി പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ, നിങ്ങളൊരു ഫിറ്റ്നസും ബോഡി കുറച്ചൊന്ന് ബിൽഡ് ചെയ്യാനോ ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും. അപ്പം നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ സ്മോക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതുപോലെ ഡ്രിങ്ക്സ്, വെള്ളം അടിക്കുന്ന ഒരാളാണെങ്കിൽ അതും പൂർണ്ണമായിട്ട് ഒഴിവാക്കി. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മസിലിനൊരു ഗ്രോത്ത് ഉണ്ടാവും. ആൽക്കഹോളും ഈ പറഞ്ഞ പോലെ നിക്കോട്ടിന്റെയും കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് മസിൽ ഗ്രോത്ത് ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഒരുപാട്, ഇപ്പം ചില ജിമ്മിലൊക്കെ കണ്ടിട്ടുണ്ട്, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചില ആൾക്കാർ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഒക്കെ റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. വർക്കൗട്ട് ടൈമിൽ നിങ്ങൾ റെസ്റ്റ് എടുക്കണമെങ്കിൽ ഒരു മാക്സിമം ഒരു മിനിറ്റ് കൂടുതൽ നിങ്ങൾ റെസ്റ്റ് എടുക്കില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ടയേർഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ 1 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 20 സെക്കൻഡ്, ഒരു 30 സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ ലാഗില്ലാതെ വർക്കൗട്ട് ചെയ്യുക. ലാഗില്ലാതെ വർക്കൗട്ട് ചെയ്താൽ മാത്രമേ മസിലിന് നല്ല പമ്പും ആ ചെയ്യുന്ന വർക്കൗട്ട് മസിലിലേക്ക് പോയി ഒരു പൊട്ടൻഷ്യൽ, നമ്മൾ എന്ത് വർക്കൗട്ടാണ് ചെയ്യുന്ന ആ ഒരു വർക്കൗട്ട് മസിലിലേക്ക് പോയി ഒരു പൊട്ടൻഷ്യൽ കൊടുക്കുകയും അവിടെ ഒരു മസിൽ ഡാമേജ് പെട്ടെന്ന് നടക്കുകയും പെട്ടെന്ന് റിക്കവറി പ്രോസസ്സ് പെട്ടെന്ന് നടക്കുകയും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ലാഗ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പ്രോസസ്സ് അവിടെ സ്ലോ ആയി പോകും. നമ്മൾ ചെയ്യുന്ന ഒരു നമ്മളിപ്പോൾ മസിലിനെ വർക്കൗട്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മസിലിനെ ഡാമേജ് ആക്കുവാണ്. ഡാമേജ് ആക്കിയിട്ട് അതിനെ റിക്കവർ ചെയ്തെടുക്കുവാണ്. അപ്പം ഈ വർക്കൗട്ട് ടൈമിലുള്ള ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം മസിൽ ഗ്രോത്തിനെ അത് ബാധിക്കും. അപ്പം മാക്സിമം നിങ്ങൾ ലാഗ് ഇല്ലാതെ വർക്കൗട്ട് ചെയ്യുക. ഒരു 20 സെക്കൻഡ് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ വർക്കൗട്ട് കണ്ടിന്യൂ ചെയ്യുക. അതുപോലെ തന്നെ വലിച്ചു വാരിയിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതിരിക്കുക. ജിമ്മിൽ പോയിട്ട് ഒരുപാട് പേര് വലിച്ചു വാരിയിട്ട് എല്ലാ പാർട്സും, ചില ആൾക്കാരാണെങ്കിൽ എല്ലാ പാർട്സിനെയും ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് എല്ലാ പാർട്സിനെയും ജിമ്മിൽ വന്നിട്ട് ചിലപ്പോൾ ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ആയിരിക്കും വരുന്നത്, വന്നിട്ട് എല്ലാ പാർട്സിനെയും ട്രെയിൻ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യല്. ഒരു ദിവസം 1-2 പാർട്സിനെ ട്രെയിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾ വർക്കൗട്ട് ടൈമിൽ നിങ്ങൾ വെള്ളം സിപ്പ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഒരു സെറ്റ് കഴിഞ്ഞ ഉടനെ നിങ്ങൾ കുറച്ച് വെള്ളം നിങ്ങൾ സിപ്പ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് എടുത്ത് കുടിക്കരുത്. വർക്കൗട്ട് ടൈമിൽ വെള്ളം ഒരുപാട് എടുത്ത് കുടിക്കരുത്. കുറച്ചായിട്ട് നിങ്ങൾ സിപ്പ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡീഹൈഡ്രേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശകലം വെള്ളം ബോഡിയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ എനർജി കിട്ടുകയും ചെയ്യും. മസിലിനൊക്കെ കുറച്ചൊരു ഗ്രോത്തും കൂടെ കിട്ടും. വെള്ളം പോയി കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ എനർജിയും കിട്ടും. മസിൽ അവിടെ ഗ്രോത്ത് ചെയ്യാനൊക്കെ ഒരു വെള്ളത്തിന്റെ അംശം നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വർക്കൗട്ടിന്റെ ടൈമിൽ വെള്ളം സിപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ മാക്സിമം നിങ്ങൾ വന്ന് ഒരു മണിക്കൂർ നിങ്ങൾ ജിമ്മിൽ വരുവാണെങ്കിൽ 1 മണിക്കൂർ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ചില ജിമ്മിലൊക്കെ പോകുമ്പോഴത്തേക്ക് കുറെ പേര് മൊബൈലൊക്കെ നോക്കിയിരുന്ന് വർക്കൗട്ട് ചെയ്യുന്നതാണ്. മൊബൈൽ വർക്കൗട്ട് ചെയ്യും, മൈൻഡ് മൊബൈലായിരിക്കും. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ മൈൻഡും മസിലും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ഒരു കാരണം വെച്ചാലും മറന്നു പോകരുത്. മസിൽ മൈൻഡ് കണക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മൊബൈലിൽ നോക്കി ഇരുന്നിട്ട് മൊബൈൽ എന്തെങ്കിലുമൊക്കെ നോക്കി ഇരുന്നിട്ട് അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങളുടെ മൈൻഡ് അവിടെ ആയിരിക്കും, പക്ഷെ വർക്കൗട്ടിലല്ലായിരിക്കും മൈൻഡ്. നിങ്ങൾ മൊബൈൽ നോക്കിയിരുന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത ഏത് പാർട്സിനാണോ ആ പാർട്സിന് ഒരു എഫക്റ്റും കിട്ടത്തില്ല, ഒരു ഗ്രോത്തും കിട്ടത്തില്ല. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയം നിങ്ങളെ മൈൻഡ് ഫുള്ള് നിങ്ങൾ ഏത് വർക്കൗട്ടിലാണോ നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നത് ആ വർക്കൗട്ടിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോവുക. അപ്പം ബൈസെപ്സിന്റെ വർക്കൗട്ട് ആണെങ്കിൽ നിങ്ങൾ ബൈസെപ്സിൽ തന്നെ മൈൻഡ് ഫോക്കസ് ചെയ്യുക. ബൈസെപ്സിന്റെ ഡംബിൾ കേളൊക്കെ അടിക്കുന്ന സമയത്ത് കറക്റ്റ് നിങ്ങൾ ആ ബൈസിലായിരിക്കണം നിങ്ങളുടെ മൈൻഡ് പോകേണ്ടത്. അപ്പം മൊബൈൽ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. മൊബൈൽ യൂസ് ചെയ്തിരുന്നാൽ ഒരിക്കലും നിങ്ങൾ ഉദ്ദേശിച്ച വർക്കൗട്ടിന്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല. മസിൽ ഗ്രോത്തും ഉണ്ടാവത്തില്ല, അവിടെ പൊട്ടൻഷ്യലും പോകത്തില്ല. അപ്പം മസിൽ മൈൻഡ് കണക്ഷൻ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ചില ആൾക്കാർ ജിമ്മിൽ വന്നിട്ടായിരിക്കും വർക്കൗട്ട് സെലക്ട് ചെയ്യുന്നത്. വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പേ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്യുക. ഇന്ന് ഏത് വർക്കൗട്ട് ചെയ്യണം, ഇന്ന് ഏത് പാർട്സ് ചെയ്യണം, എത്ര വർക്കൗട്ട് ചെയ്യണം, എന്തൊക്കെ ചെയ്യണമെന്ന് മുമ്പേ ഒരു പ്രീ പ്ലാനിങ് ചെയ്തിട്ട് വേണം ജിമ്മിൽ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാൻ. മിക്കുള്ള ആൾക്കാരും ജിമ്മിൽ വന്നിട്ടായിരിക്കും ട്രെയിനർ എടുത്ത് ചോദിക്കുന്നത് ഞാൻ ഇന്ന് ഏത് കേട്ട് അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. ഇന്നത്തെ വർക്കൗട്ട് ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. മുമ്പേ നമ്മൾ മൈൻഡിൽ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജിമ്മിൽ വന്നിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പൊ നിങ്ങളൊരു 4 വർക്കൗട്ട് ബൈസെപ്സിന്റെ അല്ലെങ്കിൽ ട്രൈസെപ്സിന്റെ ഒരു 4 വർക്കൗട്ടാണ് നിങ്ങൾ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 വർക്കൗട്ട് മാത്രം നിങ്ങൾ ചെയ്യാവൂ. അതിൽ കൂടുതൽ ചെയ്യരുത്.
അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളെ മൈൻഡ് സെറ്റ് ചെയ്യുന്നത് പോലെ ഇരിക്കും നിങ്ങൾ മസിലിന്റെ ഗ്രോത്തും. അതുപോലെ നിങ്ങൾ ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂ ഡെയിലി നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ റെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ലപോലെ ഉറങ്ങുകയും ചെയ്യുക. ഒരു 4 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ഡെയിലി കുടിക്കുക. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മസിൽ ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെള്ളം. അപ്പം ഡെയിലി ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ ചെയ്യാത്ത ഒരാളായിക്കോട്ടെ നമ്മളെ ശരീരത്തിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ അപ്പം വെള്ളം കുടിച്ചേ പറ്റൂ. അപ്പം 4 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ഡെയിലി കുടിക്കാൻ ശ്രമിക്കുക. ജിമ്മിൽ പോകുന്ന ഒരാളാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ നിങ്ങൾ കുടിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫിറ്റ്നസ് ബോഡി നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഈ പറയുന്ന പോലെ സപ്ലിമെന്റ്സോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ജിമ്മിൽ ചെന്ന് നിങ്ങൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പം കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ജിമ്മിൽ പോയിട്ട് ഇപ്പം നമുക്ക് പെട്ടെന്നൊരു ബോഡി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. 1 വർഷം, ചിലപ്പോൾ 2 വർഷം, ചിലപ്പോൾ 3 വർഷമൊക്കെ നല്ലോണം കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് നല്ലൊരു ബോഡി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ബോഡി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ. അപ്പം നല്ലപോലെ കഷ്ടപ്പെടുക, ജിമ്മിൽ പോയി നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പം പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതിൽ പോയി 2-3 മാസം പോയി റിസൾട്ട് ഒന്നും കിട്ടാതെ നിർത്തിയ ഫ്രണ്ട്സ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും റീജോയിൻ ചെയ്യുക. ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളൊരു കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നല്ലൊരു ബോഡി, നല്ലൊരു ഫിറ്റ്നസ് ബോഡി നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കാരണം ഇതൊരു മോട്ടിവേഷനും കൂടാണ്. നമുക്ക് ജിമ്മിൽ പോകാൻ ഒരു ഒരു മോട്ടിവേഷനും കൂടെ തോന്നിയാൽ മാത്രമേ നമുക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനും. അപ്പം ഇതുപോലുള്ള കുറച്ച് ഐഡിയാസ് ഒക്കെ അവർക്ക് കേട്ടാൽ മാത്രമേ കുറച്ചുകൂടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്ത് നല്ലൊരു റിസൾട്ട് ബോഡിയിൽ നേടിയെടുക്കാനും പറ്റൂ. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.